കോഴിക്കോട് പാളയത്തെ ബിജുവിനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി പ്രതി ദീപകിന്റെ വീടിനരികിലെ കാടുമൂടിയ ഭാഗത്തു നിന്നും കണ്ടെത്തി. തെളിവെടുപ്പ് പൂർത്തിയാക്കി ദീപകിനെ തിരികെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കുട്ടിക്കാലത്ത് പാല് കൊടുത്ത് വളർത്തിയ ബിജുവിനെ ദീപക് കഴുത്തറുത്ത് കൊന്നത് ലഹരി ഉപയോഗം കണ്ടെത്തിയതിനാലാണെന്ന് ബിജുവിന്റെ സഹോദരി ബിന്ദു കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് നഗരത്തെ ഏറെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു പാളയത്ത് ബിജുവിൻ്റെ കൊലപാതകം. അതുമായി ബന്ധപ്പെട്ട് അടുത്ത ബന്ധുവായിട്ടുള്ള ദീപകിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 3 ദിവസത്തെ കസ്റ്റഡിയിൽ പിന്നീട് വാങ്ങിക്കുകയും ചെയ്തിരുന്നു. റിമാൻഡിലായ ശേഷം ഇന്ന് പ്രതിയുമായുള്ള തെളിവെടുപ്പ് പോലീസ് പൂർത്തീകരിച്ചു. അതിനിടെയാണ് ഈ ബിജുവിനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി ഇന്ന് കണ്ടെടുത്തത്. ദീപക്കുമായി നടത്തിയ തെളിവെടുപ്പിൽ ദീപകിൻ്റെ വീട്ടിന് പിറകിലുള്ള വശത്ത് അവിടെ കാട് കയറിയ ഭാഗത്ത് അത് കളഞ്ഞ നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഈ ദീപകിൻ്റെ വീട്ടിൽ നിന്നും കാണാതെ പോയ കത്തി ആണ് ഇത് എന്ന് നേരത്തെ മൊഴിയുണ്ടായിരുന്നു. ആ കത്തി തന്നെയാണ് ഇത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കായി നൽകുന്നുണ്ട്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം പ്രതി ദീപകിനെ തിരിച്ച് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബിജുവിൻ്റെ കൊലപാതകം കുടുംബത്തെ സംബന്ധിച്ച വലിയൊരു വേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ബിജുവിൻ്റെ സഹോദരി ബിന്ദു ഉണ്ട്. എങ്ങനെയാണ് അന്ന് ആ ഒരു സംഭവം? വല്ലാത്തൊരു വേദനയാണ്. വല്ലാത്തൊരു വേദന തന്നെയായിരുന്നു. അവനാണ് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലെല്ലാത്തിനും ഉള്ളത്. ഒരാളാണ് ഇപ്പോൾ പോയി ഇട്ടുള്ളത്. അതിപ്പോൾ ഒരു പുറത്തുനിന്നുള്ള ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ എന്തെങ്കിലും, ഇത് കൂടെ നിന്ന് ചതിക്കുക എന്ന് പറയില്ലേ, അതാണിപ്പോൾ സംഭവം. ദീപക് അടുത്ത ബന്ധുവാണല്ലോ. അടുത്ത അച്ഛൻ്റെ അനിയൻ്റെ മോനാണ്. അനിയൻ എന്ന് പറഞ്ഞാൽ ആങ്ങളപ്പെങ്ങൾ മക്കളാണ്, സ്വന്തമാണ്. എല്ലാം കൊണ്ടും അവൻ്റെ കൂടെ എല്ലാത്തിനും ഒന്നിച്ചുണ്ടായ ഒരു വ്യക്തി കൂടിയാണ്. ചെറുപ്പം മുതലേ ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് വലുതായ കുട്ടികളാണത്. എന്തായിരിക്കും ഇതിൻ്റെ ഒരു കാരണം? എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ കുറച്ച് കാലമായിട്ട് MDMA ആയിട്ട് കുറച്ചൊരിതുണ്ട്. അത് 2-3 പ്രാവശ്യം എൻ്റെ ഏട്ടൻ കണ്ടിരുന്നു. അപ്പൊക്കെ താക്കീത് കൊടുത്തിട്ടുണ്ട് ഇവന്. ദീപക് എങ്ങനെ പോയാൽ നിൻ്റെ ജീവിതം നശിച്ചു പോകും. ഇവനെന്നല്ല ഏതൊരു കുട്ടികളും വിടക്കാവുകയാണെങ്കിലും എൻ്റെ ഏട്ടൻ അതിൻ്റെ കൂടെ നിന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ശേഷം ഈ ഇടയ്ക്കായിട്ട് ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ അവൻ്റെ വീട്ടിൻ്റെ അടുത്ത് അവൻ ഒരാളെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് കസബയിൽ പോയിട്ട്, അത് ഏട്ടനാണ് കൊണ്ടുപോയതും, അതിനെതിരെ അവനെ ഹോസ്പിറ്റലിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വൈരാഗ്യമാണ് അവന്. ഇവനുണ്ടെങ്കിൽ ഇവൻ്റെ ഈ ഒരു പ്രവൃത്തി ഇനി നടക്കൂല എന്നുള്ളത് അവന് മനസ്സിലായിട്ടുണ്ട്. ആ വൈരാഗ്യം ഇപ്പം എൻ്റെ ഏട്ടൻ ആദ്യം പോയാലേ അവൻ്റെ ഈ കളികളൊക്കെ നടക്കും എന്നുള്ളതിന് ചെയ്തതാണ്. നേരത്തെ ഇവനെ എന്തെങ്കിലും ചികിത്സിക്കാനോ മറ്റോ പോയിട്ടുണ്ട്. ഇവൻ കുറച്ചു കാലം തിരൂര് ഇതിൻ്റെ ഡി അഡിഷണൽ സെൻറ്ററിലായിരുന്നു എന്നുള്ള ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇവർ പുറത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നീടാണ് ഓരോന്നായിട്ട്. അപ്പോൾ അവിടെ കുറച്ചു കാലം അവൻ ഇട്ടതായിരുന്നു. അതിന് ഈ കൊല്ലപ്പെട്ട ബിജു നിങ്ങളുടെ സഹോദരനാണോ അന്ന് കൊണ്ടുപോകാനുണ്ടായി? ഏട്ടനെല്ലാം കൊണ്ടുപോയി. ഇവരാരോടും പുറത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ ഏട്ടൻ്റെ കണ്ണിൽ തന്നെ അത് കണ്ടു തുടങ്ങി. ഇപ്പം ഇതിൻ്റെ കുറച്ച് അങ്ങോട്ടൊരു തൊടിയുണ്ട്. അവിടെ നിന്ന് വെച്ച് 2-3 പ്രാവശ്യം ഇവൻ എന്തോ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് എന്തോ ഒന്ന് ചെയ്യുന്ന പോലെ ഇവൻ കണ്ടെന്ന് ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇതിൽ താക്കീത് കൊടുത്തിന് അവൻ 2-3 പ്രാവശ്യം. ഇനി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ എന്തായാലും കൊണ്ടുപോയിടും എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തതിൻ്റെ ഒരു വൈരാഗ്യം തീർത്ത തന്നെയാണ് ഇതിപ്പോൾ. ഈ പ്രതി ഇനിയിപ്പം കൂടുതൽ ശക്തമായ ശിക്ഷ കിട്ടണം എന്നുള്ളൊരു ശിക്ഷ കിട്ടല്ല, പുറത്തിറക്കിക്കരുത്. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും പേടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അവനിപ്പോൾ ഞങ്ങളെല്ലാവരോടും ഒരു ഏട്ടനനിയ മക്കളായിട്ട് എല്ലാവരോടും ഒരു ദേഷ്യം കുടുങ്ങിയ വൈരാഗ്യമുണ്ട്. ഈ പറഞ്ഞതിനും പിടിച്ചതിനും. എന്നല്ലെങ്കിൽ അവൻ നാളെ ഇറങ്ങിയാൽ പുറത്ത് വീഡിയോസൊക്കെ കാണുമല്ലോ. അപ്പോൾ എന്തായാലും വൈരാഗ്യം ഉണ്ടാവുമല്ലോ. അതല്ലേ, അതൊക്കെ പോട്ടെ, പിന്നത്തെ കാര്യം. എൻ്റെ ഏട്ടൻ എങ്ങനെ ഇഞ്ചിഞ്ചായി കൊന്നിട്ടുണ്ടോ അതിന് തക്കതായ ശിക്ഷ വേണം. അവനെ തൂക്കിക്കൊല്ലാൻ വരെ വിധിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ജാമ്യത്തിൽ ഒരു കാരണവശാലും അവനെ പുറത്ത് വിട്ടാൽ നിങ്ങൾക്ക് ഈ ക്യാമറയിൽ നോക്കി നടക്കണ്ട. കാരണം എത്ര ആളെ കൊല്ലുക എന്നുള്ളത് ഒരിക്കലും അവന് എന്താ പറയുക, ഒരു ക്രൂര മൈൻഡാണ് അവന്. ഒന്നും അലിവില്ല തീരെ. അങ്ങനെയാണെങ്കിൽ ഏട്ടൻ പാല് കൊടുത്ത് വളർത്തിയ കുട്ടിയാണ് അവൻ എന്ന് പറയുന്നത്. അവന് ഈ കുത്തുമ്പോൾ പോലും ഒരു തീരെ ഒരു ഇതില്ലാത്തവന് പിന്നെ ഞങ്ങളെ ചെയ്യാനും ഒരിത്തിരി പോലും ഇതുണ്ടാവില്ല, മടിക്കൂല. എവിടെ പോകുമ്പോഴും അവനെ കൊണ്ടുപോകൂ. ഈ റൂമിൽ 2 കൂടി കിടന്നുറങ്ങിയപ്പോൾ കഥകൾ പറയും, ഭക്ഷണം വാങ്ങിക്കൊടുക്കും. എൻ്റെ ഏട്ടൻ എല്ലാം ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്. പുറത്താണെങ്കിൽ അവൻ്റെ ഏട്ടനോട് അങ്ങനെ ഇല്ലെങ്കിൽ ഇവനോട് ഭയങ്കര കാര്യമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയാണ് ഇപ്പോൾ കൊന്നിരിക്കുന്നത്. അതാ പറഞ്ഞ, പുറത്തുള്ളവരാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ഒരു ഇത് അയ്യോ എന്തോ ഒരു വൈരാഗ്യത്തിന് ചെയ്തതാണെന്ന് ഞങ്ങൾ വിചാരിക്കൂ. ഇത് കൂടെ നിന്ന് കൈത്തിറക്കാന്ന് പറഞ്ഞ പോലെ കൈത്തന്നെ അറുത്തത് കൂടെ നിന്നിട്ട്. വലിയ വേദനയാണ് ആ കുടുംബത്തെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവർ സഹോദരി ബിന്ദു പറയുന്നതും അത് തന്നെയാണ്. കാരണം കൂടെ നിന്ന് ഒരുപക്ഷെ പാല് കൊടുത്ത് വളർത്തിയ ഒരു ആളായിരുന്നു ഈ ദീപകിനെ. ചെറുപ്പത്തിൽ വളർത്തിയ ആളായിരുന്നു ബിജു എന്ന് പറയുന്നത്. ആ ബിജുവിനെയാണ് ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നൊരു വേദനയുണ്ട്.
ഒരുമിച്ചുള്ള ചിത്രമാണ് ഇത് രണ്ട് പേരും. കാരണം കൊല്ലപ്പെട്ട ബിജുവും കൊല നടത്തിയ ദീപക്കും ഒരുമിച്ചുള്ള ആ ചിത്രം. അങ്ങനെ ഒരുമിച്ച് നടന്ന ആളെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയൊരു വേദന ഈ കുടുംബത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നു. ഇപ്പോൾ പ്രതിയെ തിരിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. റിഷാദ് ടേക്കിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.